ഹേ ഗായ്സ്, ഇന്നൊരു സോളോ വേബ് പിടിക്കാനാണ് കേട്ടോ എൻ്റെ പ്ലാൻ. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് കടവന്ത്ര മെട്രോ സ്റ്റേഷനിലാണ് കേട്ടോ. ഈ മെട്രോ സ്റ്റേഷനിൽ ലിഫ്റ്റ് കയറി ഞാൻ ആദ്യം ഒന്ന് പ്ലാറ്റ്ഫോമിൽ ഇറങ്ങിയതാണ്. പിന്നെയും ഞാൻ കയറി പ്ലാറ്റ്ഫോമിൽ ഇറങ്ങാൻ പോവാണ്. കാരണം എൻ്റെ പ്ലാൻ എന്ന് വെച്ചാൽ ലിഫ്റ്റ് തുറക്കുമ്പോൾ ഐഷോടൊന്ന് പോസ് ചെയ്യും, അത് റെക്കോർഡ് ചെയ്യണം. അങ്ങനെയായിരുന്നു എൻ്റെ പ്ലാൻ. സോ ലിഫ്റ്റിൽ കയറുന്നതിന് ഞാൻ വീണ്ടും പ്രിറ്റൻഡ് ചെയ്തു. പക്ഷേ എൻ്റെ സഹയാത്രികർ ഫ്രണ്ടിൽ കയറി വന്ന് ഞങ്ങളുടെ പ്ലാൻ മൊത്തം കുളമാക്കി തന്നിട്ടുണ്ട്. പക്ഷെ ഒന്നും അറിയാത്തപോലെ ഞങ്ങളങ്ങ് നടന്നു കേട്ടോ. പിന്നെ മെട്രോ വന്നു. ഞാൻ ഇറങ്ങുന്നത് എം ജി റോഡാണ്, ഐഷു ഇറങ്ങുന്നത് ചങ്ങമ്പുഴ പാർക്കാണ്. എം ജി റോഡിന് ശേഷമാണ് ചങ്ങമ്പുഴ പാർക്ക്. ആകെപ്പാട് ഒരു സീറ്റേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ പിന്നെ അത് ഐഷുവിന് കൈമാറി, മാതൃകയായിട്ടോ. അങ്ങനെ ഞാൻ എം ജി റോഡ് എത്തി. ഈ പരവതാനിയിലൂടെ നടന്നു പോകുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എം ജി റോഡുള്ള ഒരു ടെക്സ്റ്റൈൽസിൻ്റെ ഫ്രണ്ടിലുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഇത്. ഇനിയുള്ളത് റോഡ് ക്രോസിംഗ് ആണ്. ഏറ്റവും റിസ്ക് ആയിട്ടുള്ള ഒരു സംഭവമാണ്. എനിക്ക് റോഡ് ക്രോസ് ചെയ്യാൻ ഭയങ്കര പേടിയാണ് കേട്ടോ. സോ സ്ട്രീറ്റിലൊക്കെ ഫാസ്റ്റ് ഫുഡ് സ്റ്റോൾസൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. ആൾക്കാരൊക്കെ ഫാസ്റ്റ് ഫുഡൊക്കെ കഴിക്കുന്നു. പക്ഷേ എൻ്റെ ക്രേവിങ് ഡിസേർട്ടാണ് കേട്ടോ. ഇന്ന് എനിക്ക് ഡിസേർട്ട് കഴിക്കണം. സോ ഡിസേർട്ട് കഴിക്കാനായിട്ട് ആദ്യമായിട്ട് എൻ്റെ മൈൻഡിൽ വന്ന കേക്ക് കട്ടാണ് കേട്ടോ. പക്ഷേ കേക്ക് കട്ടിൽ ഞാൻ ഓൾറെഡി കഴിഞ്ഞ ദിവസം പോയതേ ഉള്ളൂ. അപ്പോഴാണ് ഞാൻ ചോക്കോലിക്കിനെ പറ്റി ഓർത്തത്. എൻ്റെ സ്റ്റേയുടെ അടുത്ത് തന്നെയാണ് കേട്ടോ ചോക്കോലിക്ക്. കുറേ നാളായിട്ട് അവിടെ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞാൻ ചോക്കോലിക്കിൽ പോയി. അവിടെ ഉള്ളിലുള്ള എന്തൊക്കെ ഡിസേർട്ടാണുള്ളതെന്ന് ട്രൈ ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടിയാണ് ഞാൻ പോയത്. ചെന്നപ്പോൾ തന്നെ ഈ ചോക്ലേറ്റ് ഫൗണ്ടേഷനാണ് ആദ്യം എൻ്റെ കണ്ണിലേക്ക് വന്നത്. ഞാൻ ഭയങ്കര ഇമ്പ്രസ്ഡ് ആയി. ഈ ചോക്ലേറ്റ് ഫൗണ്ടേഷനൊക്കെ ഞാൻ ശരിക്കും പറഞ്ഞാൽ റീൽസിലും വീഡിയോസിലും യൂട്യൂബിലൊക്കെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ നേരിട്ട് ആദ്യമായിട്ട് കണ്ടപ്പോൾ ഞാൻ ഭയങ്കര കൗതുകത്തോടെ ആ മാസ്മരികതയിലങ്ങ് മറന്ന് നിന്ന് അതൊക്കെ കണ്ടുകൊണ്ടിരുന്നു. ഇതിൻ്റെ എസ്തെറ്റിക്സൊക്കെ അടിപൊളിയാണ് കേട്ടോ. കൂടെ ആരെങ്കിലും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഒരു ഫോട്ടോ എടുപ്പിക്കായിരുന്നു. പക്ഷെ ആരും ഇല്ലാതായിപ്പോയി. സോ ഇവിടെ എങ്ങനെയാണ് ഫുഡ് ഓർഡർ ചെയ്യുന്നതെന്ന് എനിക്കൊരു ഐഡിയ ഇല്ലായിരുന്നു. അപ്പോൾ റിസപ്ഷനിലെ ചേട്ടനാണ് പറഞ്ഞത്, ഓരോ ടേബിളിൽ സ്കാനറുണ്ട്, നമുക്കത് വെച്ച് ആ QR കോഡ് സ്കാൻ ചെയ്ത് കഴിയുമ്പോഴേക്കും ആ വെബ്സൈറ്റിൽ നിന്ന് ഓർഡർ ചെയ്യാമെന്ന്. അങ്ങനെ ഞാൻ കുറേ നോക്കിയിട്ടാണ് ഞാൻ ചോക്കോ ക്രേപ്പ് എന്ന് പറഞ്ഞൊരു സാധനമാണ് ഞാൻ ഓർഡർ ചെയ്തത്. അതെൻ്റെ ടേബിളിലേക്ക് വന്നിട്ടുണ്ട്. കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ. സോ ഫ്ലഫി, സോ സ്വീറ്റ്, ഡാർക്ക് ചോക്ലേറ്റ്, മിൽക്ക് ചോക്ലേറ്റ് എല്ലാം കൂടെ ചെയ്തിട്ട് ഒരു നല്ലൊരു രൂപത്തിലാണ് എനിക്ക് തന്നത്. എനിക്ക് തിന്നാനേ തോന്നിയില്ല, കാരണം അതിൻ്റെ ഭംഗി കളഞ്ഞാലോ എന്നുള്ളൊരു വിഷമം. എനിവേ, ഞാൻ ഒരു കയ്യിൽ ഫോർക്കും ഒരു കയ്യിൽ നൈഫും പിന്നെ ക്യാമറയൊക്കെ വെച്ചിട്ട് എങ്ങനെയോ അത് ഞാൻ കട്ട് ചെയ്തെടുത്തു. സോ ഇങ്ങനെയാണ് കേട്ടോ അവസാനം ഒരു പ്ലേറ്റിൻ്റെ രൂപം കിട്ടിയത്. വീണ്ടും ചോക്ലേറ്റ് ഫൗണ്ടേഷൻ്റെ ഒരു വീഡിയോ എടുക്കണമെന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് ഞാൻ പോയി ഒരു വീഡിയോ എടുത്തു. കാരണം എനിക്ക് റീൽസിൻ്റെ ഒന്നും കിട്ടിയില്ലായിരുന്നു. പിന്നെ ഞാൻ റൂമിൽ വന്നു. ഇതെൻ്റെ റൂംമേറ്റായ സോണി ചേച്ചിയുടെ കുട്ടിയാണ് കേട്ടോ. അവളുടെ കൂടെ കുറച്ച് റീൽസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് സുഖമായിട്ട് ഉറങ്ങാനായിട്ട് ഞാൻ അങ്ങോട്ട് കടന്നു.